ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 18-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 17-ാം അധ്യായത്തിൽ ഇന്നലെ പാപപരിഹാര ദിനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചത്. 18-ാം അധ്യായത്തിലെ ലൈംഗികമായ വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുക. ദൈവം മനുഷ്യന് നൽകിയ ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ദാനമാണ് ലൈംഗികമായ കഴിവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാൻ ദൈവം നൽകിയിട്ടുള്ളതായ വലിയ ദാനമാണ് ലൈംഗികമായ കഴിവ് എന്ന് പറയുന്നത്. മനുഷ്യനിലൂടെ മനുഷ്യൻ, മൃഗങ്ങളിലൂടെ മൃഗങ്ങൾ, പക്ഷികളിലൂടെ പക്ഷികൾ, സസ്യങ്ങളിലൂടെ സസ്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉളവാകുന്നത് ഓരോന്നിനും കൊടുത്തിരിക്കുന്നതായ ലൈംഗികമായ കഴിവിനെ അത് നൽകിയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിനിമയം ചെയ്യുമ്പോഴാണ്. ദൈവദാനം ദൈവഹിതപ്രകാരം വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ, ദാനം ദാതാവിൻ്റെ ഹിതപ്രകാരം വിനിയോഗിക്കുമ്പോഴാണ് അതിന് ധാർമ്മികമായ വശം ഉണ്ടാവുക. അല്ലാതെ മനുഷ്യൻ്റെ ഇഷ്ടം പോലെ എല്ലാം നമുക്ക് പ്രവർത്തിക്കാനാവില്ല. അത് ചെയ്താൽ അതൊരിക്കലും ധാർമ്മികം ആവുകയില്ല എന്നുള്ളതാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ യഹോവയായ ദൈവം മോശെ മുഖാന്തരം അരുളി ചെയ്യുന്നു. നിങ്ങൾ താമസിച്ചിരുന്ന ആ മിസ്രയീമിലെ പോലെയോ നിങ്ങൾ ചെല്ലാൻ പോകുന്നതായ കനാൻ ദേശത്തെ പോലെയോ അവിടുത്തെ മ്ലേച്ഛതകളൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അവിടെ ലൈംഗികമായ അരാജകത്വം നിലനിന്നിരുന്നതായ നാടുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ലൈംഗികമായ അരാജകത്വം നിങ്ങളിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ള മ്ലേച്ഛത ഒരിക്കലും നിങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണം. കൽപ്പനകളെ അനുസരിക്കുന്നവൻ അതനുസരിച്ച് അവൻ അതിനാൽ ജീവിക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധാർമ്മികമുള്ളതും അത് ദൈവപ്രസാദമുള്ളതും ലോകത്തിന് അനുഗ്രഹമായി ഭവിക്കാൻ കാരണമായിട്ട് തീരും. 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ നഗ്നതയെ അനാവൃതമാക്കരുത്. മാതാപിതാക്കളുടെയോ മക്കളുടെയോ മരുമക്കളുടെയോ സഹോദരങ്ങളുടെയോ അങ്ങനെയുള്ള ആരുടെയും നഗ്നത നിങ്ങൾ അനാവൃതമാക്കാനുമായിട്ട് പാടില്ല. നഗ്നത എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അത് നമ്മൾ അനാവൃതമാക്കാൻ പാടില്ലെന്ന് പറയുന്നു. നീ നിൻ്റെ അപ്പൻ്റെ ഭാര്യയോടുകൂടി അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. ഇവിടെ അപ്പൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സ്വന്തം അമ്മയായിരിക്കുമെന്നൊരിക്കലുമല്ല. അന്ന് ബഹുഭാര്യത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതായ രീതിയുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്നതായ ഒരു താക്കീതുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന ഒരുവൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവനെ പോലും അവിടെ നിന്ന് ശാസിക്കാനോ നീക്കം ചെയ്യാനോ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ കർശനമായ രീതിയിൽ അവരെ ശാസിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിലാണ് അപ്പൻ്റെ ഭാര്യ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ നഗ്നത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറവുകളെ നമ്മൾ പറഞ്ഞു നടക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ മരുമക്കളുടെയോ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ സ്നേഹിതരുടെയോ ഒക്കെ കുറവുകളും ബലഹീനതകളും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ അവരുടെ നഗ്നതയെ അനാവൃതമാക്കുന്ന അനുഭവമാണ്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. കുറവുകൾ എല്ലാവർക്കുമുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിനൊരു കുറവുണ്ടെങ്കിൽ ആ കുറവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് ഭിക്ഷക്കാരാണ്. അതുകൊണ്ട് ആ കുറവ് കൊണ്ട് അവന് ജീവിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളെല്ലാവരും അത് മറച്ചു വെച്ച് കഴിവിൻ്റെ പരമാവധി അതിനെ നമ്മൾ പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രമേ ലോകത്തിന് മുൻപാകെ നമ്മളത് വെളിപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് രഹസ്യങ്ങളെ മറച്ചു വയ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതുപോലെ പിന്നെ പറയുന്നു, പരസ്ത്രീ ബന്ധം വ്യഭിചാരം നിങ്ങളുടെ ഇടയിൽ നടക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സ്ക്ലൂസീവ് ലവ് അഥവാ ഈ സ്നേഹം കുത്തകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റാരുമായി ഇത് പങ്കുവയ്ക്കുവാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹിതന്മാരുടെയൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പണമില്ലെങ്കിൽ കടം കൊടുക്കാം, വാങ്ങാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം.
എന്നാൽ ജീവിത പങ്കാളിയെ മാത്രം പങ്കുവയ്ക്കാൻ പാടില്ല. കാരണം ജീവിത പങ്കാളി എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ശരീരം ഞാൻ മുറിച്ചു കൊടുത്താൽ പിന്നെ ഞാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് യഹോവയായ ദൈവം തന്നെ മണവാട്ടിയോട് സഭയോട് പറയുന്ന ആദ്യത്തെ 2 കൽപ്പന എപ്പോഴും ഓർത്തിരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാൻ ഒഴികെ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞു, ആ സ്ഥാനത്തൊരു ഇമേജ് പോലും, ഒരു രൂപം പോലും നിൻ്റെ മനസ്സിലോ, അത് ആകാശത്തിലാട്ടെ ഭൂമിയിലാട്ടെ വെള്ളത്തിലുള്ള ഒന്നിൻ്റെയും രൂപവും എൻ്റെ സ്ഥാനത്ത് വരാൻ പാടില്ല. എൻ്റെ മനസ്സിൽ നീയും നിൻ്റെ മനസ്സിൽ ഞാനും മാത്രമാണ് എന്ന് യഹോവയായ ദൈവം പറഞ്ഞത് എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് ദാമ്പത്യത്തിൻ്റെ വിശ്വസ്തത മരണം വരെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയും അശുദ്ധരായിട്ട് നമ്മൾ തീരുകയും ചെയ്യും. 21-ാം വാക്യത്തിൽ പറയുന്നത്, സന്തതികളെ മോളേക്കിന് ബലിയർപ്പിക്കരുത്. വിജാതീയ ദൈവത്തിന് അന്ന് ഈ സ്വന്തം മക്കളെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുന്ന രീതി ജാതികളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ അപ്രകാരമുള്ള ഒന്നും നടക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായ രീതിയിൽ യഹോവയായ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. 22-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പുരുഷൻ പുരുഷനോടോ സ്ത്രീ സ്ത്രീയോടോ ഉള്ള ബന്ധം പാടില്ല. സ്വർഗരതി, ഹോമോസെക്സ് അഥവാ ലെസ്ബിയൻ, അത് പാപമാണ്, സെക്ഷുവൽ ഡീവിയേഷനാണ്, അല്ലെങ്കിൽ ലൈംഗികതയുടെ തെറ്റായ ഉപയോഗമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഞാൻ അവന് ഇണയായി തുണയായി സ്ത്രീയെ സൃഷ്ടിച്ച് നൽകുമെന്ന് പറഞ്ഞിട്ട് ജീവജാലങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്ന് ഇണയെ എടുക്കാനുള്ള ഒരു പരീക്ഷണം ദൈവം അവന് കൊടുത്തിട്ടുണ്ടാവാം. ഒരു ജീവജാലങ്ങളും അവന് ഇണയാവില്ല, തുണയാവില്ല എന്ന് അവന് മനസ്സിലായവൻ എല്ലാത്തിനും പേരിട്ടു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. ഒന്നും അവന് തുല്യമല്ല, ഈക്വലല്ല. അപ്പം അതിന് ശേഷമാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച് അവന് നൽകുന്നത്. ദൈവം അവനെ ബോധവൽക്കരിച്ചതാണ്, ഞാൻ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച ജീവജാലങ്ങളൊന്നും നിൻ്റെ ജീവിത പങ്കാളിയല്ല, അതൊന്നും നിനക്ക് ലൈംഗിക ബന്ധത്തിനുള്ളതല്ല എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ആദ്യമേ തന്നെ കൊടുത്തുകൊണ്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച് മനുഷ്യന് നൽകുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കുക. സ്വർഗരതി അല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുവഹിക്കാനാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. സ്വർഗരതിയിൽ സൃഷ്ടികർമ്മം ഒരിക്കലും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതി വിരുദ്ധമായ ബന്ധമാണത്. അതുപോലെ തന്നെ മൃഗങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. ബെസ്റ്റിയാലിറ്റി, അതാണ് ഇപ്പോൾ പറഞ്ഞ സകല ജീവജാലങ്ങൾക്കും പേരിട്ടു, അതിനെ മാറ്റി നിർത്തി. അവയൊന്നും മനുഷ്യന് ഇണയല്ല, മനുഷ്യന് തുണയല്ല എന്നവിടെ ബോധവൽക്കരിച്ചതാണ്. അപ്പോൾ സ്വർഗരതിയോ മറ്റ് മൃഗങ്ങളും ജീവജാലങ്ങളുമായിട്ടുള്ള ലൈംഗിക ബന്ധമോ ഒരിക്കലും മനുഷ്യന് പാടില്ല. അത് ഏറ്റവും മ്ലേച്ഛമായ ഒരു അനുഭവമാണ്, ഒരു രീതിയാണ്, സെക്ഷുവൽ ഡീവിയേഷനാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. പിന്നെ എന്നിട്ട് അവസാനം പറഞ്ഞു, നിങ്ങളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയോ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്നാണ് യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. അവരിപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ അവർ മരുഭൂമി യാത്രയിലാണ്. അവർ നേരത്തെ ഉണ്ടായിരുന്ന ദേശത്തും ഇനി ചെല്ലാൻ പോകുന്ന ദേശത്തും ഇങ്ങനെയുള്ളതായ ദോഷകരങ്ങളായ ലൈംഗികത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ വിമോചിതരായി ശാരീരികവും മാനസികവും ആത്മീയമായ 3 വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവർ, ഇത് നമ്മളോടും കൂടി ഉള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലെ പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനും ഒരുപാട് പ്രലോഭനങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. അതിനെയൊക്കെ അതിജീവിച്ച് ലൈംഗികമായ ധാർമ്മികതയിൽ ജീവിപ്പാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.